ഞാനിപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. ഞങ്ങൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ട്രിപ്പിലേക്ക് ഇപ്പോൾ പോകാൻ പോവാണ് ഞങ്ങൾ. അത് ഞാനിവിടെ യു കെയിൽ വരണേക്കാളും മുന്നേ എനിക്കൊരാഗ്രഹമായിരുന്നു യു കെയിൽ വന്നിട്ട് ഒരു മോട്ടോർ ഹോം എടുത്ത് ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകണമെന്ന്. അപ്പം ഞാൻ എൻ്റെ ഈ ആഗ്രഹം നിതിൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ നിതിൻ ചേട്ടനും ഇതിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ നിതിൻ ചേട്ടൻ നോട്ടിംഗ്ഹാമിലുള്ള ഒരു പ്രൈവറ്റ് ഡീലറിൻ്റെ അടുത്ത് നിന്ന് ഒരു മോട്ടോർ ഹോം കണ്ടുപിടിച്ചു. അപ്പോൾ അത് ഞങ്ങൾ ബുക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ മെയ്യിലേക്ക് ഞങ്ങൾ ബുക്ക് ചെയ്തു. ഇപ്പോൾ അടുത്ത നെക്സ്റ്റ് വീക്ക് ഞങ്ങൾ പോകാൻ നിൽക്കുവാണ്. അപ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര നമ്മളൊരു ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു സംഭവമായിരുന്നു ഇത്. അപ്പോൾ അത് നമ്മളിപ്പോൾ അച്ചീവ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളുടെ മോട്ടോർ ഹോം ട്രിപ്പിലേക്ക് പോകാൻ പോവാണ്. മോട്ടോർ ഹോം എടുത്തൊരു ട്രിപ്പ് പോകാമെന്നൊന്നും പറയുന്നത് എൻ്റെ വലിയ ആഗ്രഹങ്ങളിലൊന്നും ഇല്ലായിരുന്നു. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. കാരണം ഞാൻ ഏതെങ്കിലും ഒരു ഹോളിഡേ പോവുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഹോട്ടലെടുത്ത് നിൽക്കുകയോ അല്ലെങ്കിൽ എയർബിഎൻബി ബുക്ക് ചെയ്യുകയാണ് സാധാരണ ചെയ്യാറ്. എന്നിട്ട് അവിടുന്ന് ഡ്രൈവ് ചെയ്ത് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണുകയോ ചെയ്യുന്നത്. പക്ഷേ ആൻറ്റോ പറഞ്ഞു ഇതുപോലെ മോട്ടോർ ഹോം എന്ന് പറയുന്ന ഒരു നല്ല ഐഡിയ ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഞാനും വീഡിയോസൊക്കെ മലയാളികളൊക്കെ പോയത് കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്നൊന്ന് അറിയാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മോട്ടോർ ഹോം ബുക്ക് ചെയ്തു. അപ്പം ഞങ്ങൾ സ്കോട്ട്ലൻഡിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ രാവിലെ തന്നെ നോട്ടിംഗ്ഹാമിലെത്തി. ഇദ്ദേഹത്തിൻ്റെ മോട്ടോർ ഹോമിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണ്. ഇതാണ് വണ്ടിയിലെ ഹീറ്റിംഗ് സിസ്റ്റം. ഗ്യാസ് ഹീറ്റിംഗ് ആണ് ഇതിലുള്ളത്. അപ്പോൾ അതൊക്കെ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. പിന്നെ അതുപോലെ വാട്ടറിൻ്റെയും അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററിയിലാണ് ഇത് റൺ ചെയ്യുന്നത്. അതായത് ബാക്കിലേക്കുള്ള നമ്മുടെ ഈ മോട്ടോർ ഹോമിൻ്റെ ബാക്കിലോട്ടുള്ള നമ്മൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഉള്ള ഇലക്ട്രിസിറ്റി ഒക്കെ വരുന്നത് ബാറ്ററിയിൽ നിന്നാണ്. അപ്പോൾ ബാറ്ററിയുടെ പവർ കാര്യങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അത് റീചാർജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരുവാണ്. ഇത് അതിലുള്ള സ്റ്റൗ ആണ്. പിന്നെ അതിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ടി വി ഉണ്ട്. ഇപ്പോൾ ടി വി പിള്ളേർക്കൊക്കെ ടി വി കാണണമെങ്കിൽ ടി വി കാണാൻ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണ്. നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. ഇത് അതിൻ്റെ അകത്ത് ഫ്രിഡ്ജുണ്ട്. അതുപോലെ ചെറിയൊരു സ്റ്റൗ ആണ്, പക്ഷേ അത്യാവശ്യം നമ്മുടെ കുക്കിംഗ് ഒക്കെ നടക്കും. ഇപ്പോൾ നമ്മളൊരു 1-2 ഫാമിലി ഒക്കെ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ടുള്ള കുക്കിംഗ് എല്ലാം അതിൻ്റെ അകത്ത് നടക്കും. പിന്നെ പുള്ളി ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് ബാക്കിലത്തെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ കൂട്ടത്തിലുള്ള ഒരു കിടക്കാനും കൂടെയുള്ള സൗകര്യമുണ്ട്. 2-3 പേർക്ക് അവിടെ കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നൈറ്റ് ടൈം ആകുമ്പോൾ നമുക്ക് ഇതുപോലെ വലിച്ചിട്ട് കഴിഞ്ഞാൽ കിടക്കാമെന്നുള്ളതൊക്കെ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണ്. പിന്നെ ഇതാണ് നമുക്ക് സിറ്റിംഗ് ഏരിയ വരുന്നത്. സിറ്റിംഗ് ഏരിയയിൽ ബെഞ്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റാം. അതൊക്കെ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണ്. അവിടെ പിള്ളേർക്ക് കാർ സീറ്റൊക്കെ സെറ്റ് ചെയ്യാം. ഇതാണ് ഡ്രൈവേഴ്സ് ക്യാബിന്. പിന്നെ ഡ്രൈവേഴ്സ് ക്യാബിൻ്റെ മുകളിലായിട്ട് 2 പേർക്ക് കിടക്കാം. അതിൻ്റെ ബെഡാണിത്. അത് ഇങ്ങനെ നമുക്ക് പകൽ മടക്കി വെക്കാം. ഇത് സൺലൈറ്റ് കയറാനുള്ള സൗകര്യങ്ങളും അതുപോലെ എയർ കണ്ടീഷനിങ് യൂണിറ്റും ഒക്കെയാണ്. അപ്പം എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ടൂറിന് പോവുകയാണ്. ഇതാണ് ഗ്യാസ് കുറ്റി. നമ്മുടെ നാട്ടിലെ ഗ്യാസ് കുറ്റി പോലെ ഗ്യാസ് കുറ്റിയിലാണ് ഇത് റൺ ചെയ്യുന്നത്, നമ്മുടെ കുക്കിങ്ങിനുള്ള ഗ്യാസ് ഇതൊക്കെ. പിന്നെ ഇതാണ് നമ്മുടെ വാട്ടറൊക്കെ ഇതിലോട്ട് പമ്പ് ചെയ്യുന്ന സംഭവമാണിത്. നമ്മളൊരു ഒരു ബക്കറ്റ് പോലൊരു സാധനമുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് സ്പെഷ്യലി നമുക്ക് ഇതിലായിട്ട് അറ്റാച്ച് ചെയ്ത് വാട്ടർ കളക്ട് ചെയ്തിട്ട് വേണം ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഇതുപോലെ സ്റ്റോറേജ് ഏരിയ ഉണ്ട് ഇവിടെ ബാക്കിലായിട്ട്. ആ സ്റ്റോറേജ് ഏരിയയിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ ലഗേജും കാര്യങ്ങളെല്ലാം സൂക്ഷിക്കാൻ പറ്റും. പിന്നെ അതുപോലെ അതിനകത്ത് നെസസറി ആയിട്ടുള്ള എക്യുപ്മെൻ്റ് എല്ലാം ഉണ്ട്. ഇതുപോലെ കനോപ്പി ഇങ്ങനെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് നല്ല കാലാവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാർക്ക് ചെയ്തിട്ടിട്ട് ഇതുപോലെ കനോപ്പി അടിച്ച് നമുക്ക് ചായയൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റും. സെറ്റ് സാധനമാണ്. വെതറും കൂടെ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. അതുപോലെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണ്. ഇത് പിന്നെ ഇലക്ട്രിക്കിൻ്റെ പരിപാടിയാണ്. ഇത് ഒരു കുഞ്ഞു ബാർബിക്യൂ സെറ്റ് വരെ അതിൻ്റെ അകത്ത് പുള്ളി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ബക്കറ്റ്. ആ ബക്കറ്റ് അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉള്ള സാധനമാണ്. അതിൻ്റെ അകത്ത് നമുക്ക് വെള്ളം എവിടുന്നേലും നിറച്ചിട്ട്, ഇപ്പം നമുക്ക് വഴിയിൽ അതിനുള്ള സൗകര്യം ഇല്ലെങ്കിലത്തെ കേസാണ്. അല്ലാതെ സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ക്യാമ്പിംഗ് സൈറ്റുകളുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റി അതുപോലെ വെള്ളമൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെ ഉള്ളിടത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. നമ്മളിത് അവിടുത്തെ കറണ്ടിലോട്ട് നമുക്ക് കുത്താനായിട്ട് ഓപ്ഷൻ ഉണ്ട്. വണ്ടി അതിലോട്ട് കറണ്ട് കണക്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കെല്ലാം ഉപയോഗിക്കാനും പറ്റും. അതുപോലെ ബാറ്ററി എല്ലാം ചാർജ് ചെയ്ത്. ഈ സാധനം എന്ന് പറയുന്നത് നമ്മുടെ ടോയ്ലറ്റിലെ നമ്മുടെ ഫീസീസ് നിറയുന്ന സാധനമാണ്. അത് ഒരു കെമിക്കലുണ്ട് അതിൻ്റെ അകത്ത്. ആ കെമിക്കൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് ഫിറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് പിന്നീട് നമ്മൾ ഇതുപോലെ ക്യാമ്പിംഗ് സൈറ്റുകൾ ചെല്ലുമ്പോൾ അത് ഡിസ്പോസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അവിടെ വേണം ഡിസ്പോസ് ചെയ്യാൻ. അതിൻ്റെ കാര്യങ്ങൾ പുള്ളി നമുക്ക് കാണിച്ചു തരുവാണ്, എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണ്. ഇത് നമുക്ക് എങ്ങനെ അറ്റാച്ച് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പുള്ളി പറഞ്ഞു തരുവാണ്. നല്ലൊരു മനുഷ്യൻ കേട്ടോ. അപ്പോൾ എക്സ്പ്ലനേഷൻ ഒക്കെ കഴിഞ്ഞു, നമ്മൾ പോകാനായിട്ട് റെഡിയായി. നമുക്ക് നേരെ ട്രിപ്പിലേക്ക് കിടക്കാം. നമ്മൾ നേരെ ഒരു സർവീസസിലെത്തി. സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഫുഡ് കഴിക്കാനും പിള്ളേരെ നാപ്പി മാറ്റാനും അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാനൊക്കെയുള്ള ഫെസിലിറ്റി ഉള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ അടുത്ത ഡ്രൈവിംഗ് ഷെഡ്യൂള് തുടങ്ങിയിരിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചതാണ് നമ്മളെ. ആൻഡോമാഞ്ഞൂരൻ്റെ ഡ്രൈവിംഗ് സ്കില്ലുകൾ നമ്മളെ കാണിച്ചതാണ്. നമ്മളിപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൈഡിൽ കൂടെ ഉള്ള മോട്ടോർ വേ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂയിങ് ഓൺ M1 ടുവേർഡ്സ് സ്കോട്ട്ലൻഡ്. തരുണിമണികളും പിള്ളേരും അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് അവർ സെറ്റായിട്ടിരിക്കുന്നു. ഇവിടെ ഞങ്ങൾ കുക്കിംഗ് ഒക്കെ തുടങ്ങി, ചായ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുപ്പ് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരവിടെ കളിക്കുന്നു. കുഞ്ഞു പിള്ളേരുമായിട്ട് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അടിച്ചു വിട്ട് പോകാൻ പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് സർവീസസിൽ നമ്മൾ നിർത്തുവാണ്. സർവീസിലൊക്കെ നിർത്തുമ്പോൾ 2 വണ്ടിയുടെ പാർക്കിംഗ് വേണം ഈ സാധനത്തിൽ ഒന്ന് പാർക്ക് ചെയ്യാനായിട്ട്. നമ്മൾ നേരത്തെ വെള്ളം പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നേരെ നമ്മൾ ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോയ്ലറ്റിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനത്തെ ടാപ്പിൽ യൂസ് ചെയ്യാനായിട്ടും. അങ്ങനെ ഞങ്ങൾ നേരെ സ്കോട്ട്ലൻഡ് എത്തി. എൻ്റെ ഒരു കൂട്ടുകാരൻ ഫെബിൻ സേറിക്കിൻ്റെ സ്കോട്ട്ലൻഡിലെ വീടാണിത്. ഞങ്ങൾ അവനെയും കൂട്ടി, ഇതാണ് കക്ഷി, അവനെ കൂട്ടി ഞങ്ങൾ അടുത്തുള്ള ഒരു കാസിലൊക്കെ കാണാനായിട്ടുള്ള പരിപാടിയാണ്. അവൻ്റെ പെമ്പറന്നത്തി അവിടെ നിന്ന് വീഡിയോ എടുക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെണ്ണുങ്ങളൊക്കെ അവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട് ബാക്കിലൊക്കെ. അങ്ങനെ നമ്മുടെ യാത്ര തുടരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ വേറൊരംഗം, നമ്മുടെ ബ്രൗണിയെ കണ്ടിട്ട് തുമ്പി ബ്രൗണിയുടെ അടുത്തൊന്നും മാറുന്നില്ലായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു ബ്രൗണിയെ കണ്ടിട്ട്. അങ്ങനെ ഞങ്ങൾ സ്കോട്ട്ലൻഡിൻ്റെ വിജനമായ സ്ഥലങ്ങളിൽ തെരുവുകളിൽ കൂടെ പച്ചപ്പ് നിറഞ്ഞ് ഹരിതാഭയും പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്കോട്ട്ലൻഡ് എത്തിയാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർവേകളിൽ ഒക്കെ, അതായത് ഹൈവേകളിലൊക്കെ വളരെ ട്രാഫിക് കുറവാണ്. ഈവൻ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക വീക്ക് ഡേയിലൊക്കെ പോയാൽ പോലും ബാക്കിയുള്ളിടത്തൊക്കെ നമ്മളിപ്പോൾ ലണ്ടൻ ഏരിയയിലോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലൊക്കെ തന്നെ പൊതുവെ ഭയങ്കര ട്രാഫിക് വരുന്ന സമയങ്ങളിൽ പോലും വളരെ കുറച്ച് ട്രാഫിക്കൊക്കെ ഉള്ളൂ സ്കോട്ട്ലൻഡിൽ. നല്ല ബ്യൂട്ടിഫുൾ ഏരിയാസും ഉണ്ട്. ഇതുണ്ടോ, തൊട്ടടുത്ത് കടലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാസിൽ കാണാനായിട്ടുള്ള പോക്കാണിത്. നേരത്തെ പറഞ്ഞ ആ കാസിൽ കാണാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ ഒരു ക്ലിഫ് പോലെ ഒരു ഏരിയ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ഏരിയ എന്നാണ് ഫെബിൻ പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ ആ ഏരിയയിലോട്ട് പോയി നോക്കാം. ഈ കടലിലോട്ട് തള്ളി നിൽക്കുന്ന ഒരു ഏരിയയാണ്. അതിൻ്റെ ചുറ്റുപാടും ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടെന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ നേരെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ ആ ഏരിയയിലോട്ട് പോകാം. ഇതേണ്ടേ ഫൗൾസ് വ്യൂ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, ഈ ക്ലിഫിൻ്റെ ഏരിയയുടെ പേര്. ഇതേ അവിടെ വെച്ചെടുത്തൊരു ഡ്രോൺ ഷോട്ട് കണ്ടിട്ട് വരാം. അവിടുന്ന് നേരെ നമ്മൾ നേരത്തെ പറഞ്ഞ കാസിൽ കാണാനായിട്ടാണ് വന്നത്. അതിൻ്റെ പാർക്കിംഗ് കയറി നമ്മൾ പാർക്ക് ചെയ്തു. ഡണ്ണോട്ടർ കാസിൽ എന്നാണ് ഈ കാസിലിൻ്റെ പേര്. തുമ്പി ഇപ്പോഴും ബ്രൗണിയെ വിട്ടിട്ടില്ല, അതിൻ്റെ പുറകെ തന്നെ നടക്കുവാണ്. ഇവർക്ക് ഇത്രയും പെറ്റ്സിനെ ഇഷ്ടമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ശരിക്കും ഞങ്ങൾക്ക് ഇവക്കൊരു പെറ്റിനെ മേടിച്ച് കൊടുത്താലോ എന്ന് തോന്നിപ്പോയി. ഇതേ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഇതാണ് ഡണ്ണോട്ടർ കാസിൽ. ഏകദേശം 500 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് ഇതിന്. 1700-കളിൽ ഒക്കെ ഇത് പ്രവർത്തനനിരതമായിരുന്നു. അതിനുശേഷം ഇതിൻ്റെ റൂയിൻസ് ആണ് ഈ കാണുന്നത്.
കാസിലൊക്കെ കണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇതേ കുറേ വഴി സൈഡിൽ കുറേ പശുക്കുട്ടന്മാർ നിൽക്കുന്നു. തുമ്പിക്കൊക്കെ അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് നിർത്തി കൊടുത്തു. നമുക്ക് ഇതിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കച്ചടവിലിരിക്കുവാണ്. അപ്പോൾ യാത്ര നമ്മൾ തുടരുന്നു. നീ പറ, എങ്ങനെയുണ്ട് ഈ അനുഭവം? കൂട്ടത്തിൽ ഡ്രൈവറായ സ്പൾബറിനെയും കാണാം. ബെഡിൽ കൊണ്ടുവയ്ക്കും. ബെഡില് അവ ഒന്നുമല്ല, ബെഡില് വെക്കും. ബെഡില് വെച്ച ബെഡില്. അങ്ങനെ ഫെബിനോടും ഫാമിലിയോടും യാത്ര പറഞ്ഞ് നമ്മൾ യാത്ര തുടരുകയാണ്. സ്കോട്ടിഷ് ഹൈലൻഡ്സിലേക്ക് ഉള്ള യാത്ര. ആൻഡ്രൂ മാഞ്ഞൂരാൻ അങ്ങനെ സാഹസികമായി മലയിടുക്കിൽ കൂടെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. കാരവന്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവിടെ വന്ന് നിന്നോ കുറച്ചു നേരം. അമൃതേ അണി അന്താക്ഷി കുറച്ചു നേരം മാറ്റി വയ്ക്കാം. അതുകൊണ്ടല്ല ഇത് കണ്ടിട്ട്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് വഴി സൈഡിലൊന്ന് നിർത്തി. ആ കാഴ്ച കണ്ടോ? പണ്ട് സിനിമകളിലൊക്കെ കണ്ടു മറന്ന പോലത്തെ ഒരു കാഴ്ച. ചെമ്മരിയാട് കുട്ടന്മാർ ഓട്ടം. ഫാമുകളാണ് ഈ ഏരിയയിലൊക്കെ മൊത്തം. എന്നൊക്കെ പറഞ്ഞാൽ സ്കോട്ട്ലൻഡിൻ്റെ പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ അതൊരു വേറെ തന്നെയാണ്. വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന റോഡുകളും മലകളും കുന്നുകളും ഒരു രക്ഷയില്ല. അത് പ്രത്യേക ഒരു അനുഭൂതിയാണത്. അങ്ങനെ നമ്മൾ ഒരു മൂന്നാമത്തെ ദിവസം രാത്രി ഉള്ള കുക്കിങ്ങിന്റെ രംഗങ്ങളാണ് ഈ കാണുന്നത്. നല്ല ചിക്കൻ നൂഡിൽസ് തിളച്ചുകൊണ്ടിരിക്കുന്നു. മുട്ട ചുക്കിപ്പിരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അമൃത. പിള്ളേർ കരയുന്നു. അവരെ പല്ലുക്കടിയും വിലാപവുമായി കുട്ടികൾ തുടരുകയാണെന്നാണ് ആൻഡ്രൂ മാഞ്ഞൂരാൻ അവകാശപ്പെടുന്നത്. വളരെ നല്ലൊരു ആംബിയൻസ് ആണ്. പുറത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. പുറത്ത് അതിവിശാലമായ ഒരു ലേക്കാണ്. ഇൻവേർണസ് ആണ് സ്ഥലം. സ്കോട്ട്ലൻഡ് ഹൈലൻഡ്സിൻ്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഇൻവേർണസ്. അവിടുത്തെ നല്ല അതിമനോഹരമായ ഒരു സായം സന്ധ്യ. രാത്രി ഏകദേശം 9 മണി കഴിഞ്ഞു. ഇപ്പോഴും ഇവിടെ നേരം ഇരുട്ടിയിട്ടില്ല. 10 മണിയോളം ആവും സമ്മറിൽ ഇവിടെ നേരം ഇരുട്ടുമ്പോൾ. ഞങ്ങൾ ഇന്നലെ രാത്രി ഇൻവേർണസ് വന്ന് ക്യാമ്പ് ചെയ്യാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NC500 എന്ന് പറയുന്ന UK വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൂട്ടുണ്ട്. ഒരു കോസ്റ്റൽ ഹൈവേ റൂട്ടാണ്. ആ റൂട്ട് കവർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. 500 മൈൽസ് ആണ് ഇതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. പല വിധത്തിലുള്ള ജോഗ്രഫിയൊക്കെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു റൂട്ടാണ്. അതിലെ കാഴ്ചകളാണിത്. അതാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നേരെ നമുക്ക് NC500ൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ജോൺ ഓഫ് ഗ്രോഡ്സിലേക്ക് ഇനി 35 മൈലുകൾ മാത്രം അവശേഷിക്കുന്നു. UK ഏറ്റവും നോർത്തേർലി ആയിട്ടുള്ള പോയിന്റാണ് ജോൺ ഓഫ് ഗ്രോഡ്സ് എന്നറിയപ്പെടുന്ന ഒരു വില്ലേജ്. അവിടെ ലോകത്തിലെ പല സിറ്റികളിലേക്കുള്ള ദൂരം എഴുതി വെച്ചിട്ടുണ്ട്. അത് കാണാനും ആ ഒരു മെമ്മറികൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ NC500 എന്ന നോർത്ത് കോസ്റ്റ് 500 എന്ന UK വൺ ഓഫ് ദ മോസ്റ്റ് സീനിക് റൂട്ട്സ് ആണ് ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് എല്ലായിടത്തും. കടല്, കോസ്റ്റൽ ഏരിയാസ് ആണ് ഫുള്ള് കാണുന്നത്. Wow, man, we are going to reach the end of the UK, northern end of the UK. John O'Groats. Look at that. What a beauty. What a beautiful place.
അങ്ങനെ നമ്മൾ ലോകപ്രസിദ്ധമായ ജോണോ ഗ്രോട്ട്സിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് സൈൻ പോസ്റ്റ് എന്ന് പറഞ്ഞത്. ന്യൂയോർക്കിലേക്ക് ഇത്ര, എഡിൻബറ ഇത്ര, ഓസ്ട്രേലിയ ഇത്ര, ഇങ്ങനെയെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഇവിടെ ക്യാമ്പിങ്ങിനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. ഇഷ്ടം പോലെ ക്യാമ്പർ വാൻസും ഇതൊക്കെ ഉണ്ട്. ഇതൊരു കഫയാണ് ഈ കാണുന്നത്. പക്ഷേ ഇപ്പോഴത്തേക്ക് എല്ലാം ക്ലോസ് ആയിരുന്നു. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഒരു 6-6:30 ആയി സമയം. ഇതൊരു കുഞ്ഞു പള്ളിയൊക്കെ ഉണ്ട് അവിടെ. പിന്നെ മാരിടൈം ഹിസ്റ്ററിയുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളും എല്ലാം ഉണ്ട്. ബോട്ടുകളും അതും ഇതും എല്ലാം ഉണ്ട്. പിന്നെ ഇതിങ്ങനെ ജസ്റ്റ് കടലിലേക്ക് ഇറങ്ങി കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് അങ്ങ് അകലെ കാണുന്ന ഒരു കുഞ്ഞ് ഐലൻഡാണ്. നമ്മുടെ ക്യാമ്പർ വാൻ ട്രിപ്പില്, സ്കോട്ട്ലൻഡ് ട്രിപ്പിലെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ എല്ലാവരോടായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ എല്ലാവരും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. എന്തൊക്കെയാണ് ഇതിനകത്ത് പോസിറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങൾ, എന്തൊക്കെയാണ് നെഗറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങൾ? ഫസ്റ്റ് അമൃത. ഏറ്റവും പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട്. നമുക്ക് എന്താ ഒരു ഹോംലി ഫീലിംഗ് പോലെ ഉറങ്ങാം, അങ്ങനെ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ഏറ്റവും നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ടോയ്ലറ്റ്, ബാത്റൂം, ഈ സംഭവങ്ങളാണ്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഈ ക്യാമ്പർ വാൻ എന്ന് പറയുന്നത്. അടുത്തത് ജിഡാജസിന്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ നേരത്തെ പറയാൻ പോയത്, നേരത്തെ ടവലൊക്കെ ഇവിടെ ഇതൊക്കെ കാണത്തില്ലേ? പറയൂ. എനിക്ക് തോന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാല്, എനിക്ക് ഇച്ചിരി മോഷൻ സിക്നസ് ഉള്ള ഒരു ആളാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ചിലപ്പം നമ്മുടെ വണ്ടിയുടെ ആയിരിക്കാം, നമുക്ക് ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ ഭയങ്കര മോഷൻ സിക്നസ് ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ അതിനുള്ള വിദ്യ ഞാനിപ്പോൾ കണ്ണടച്ചങ്ങ് ഉറങ്ങുക. അതാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി രക്ഷപ്പെടുന്നുണ്ട് ഞാൻ. ടോയ്ലറ്റ് കുഴപ്പമില്ല, ഫ്രണ്ടൊക്കെ സീറ്റിലിരിക്കുമ്പോൾ നല്ല. പിന്നത്തെ ടോയ്ലറ്റ് നമുക്ക് ഫ്രീക്വൻസി എപ്പോഴാണ് ഇതിങ്ങനെ ഫില്ലാവുന്നതെന്ന് പേടിച്ച് ഉപയോഗിക്കേണ്ട പോലെ തോന്നി എനിക്ക്. എപ്പോൾ വേണേലും ഫില്ലാകാം. നമുക്ക് ക്യാമ്പ് സൈറ്റ് കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഓടിച്ച് ആ ക്യാമ്പ് സൈറ്റിൽ ചെന്ന് എംപ്റ്റി ചെയ്താലേ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഇത് പറഞ്ഞാൽ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അവരെത്ര ഇത് വെക്കുന്നോ അഴുമ്പാക്കുന്നോ നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ ദിവസവും ക്യാമ്പ് സൈറ്റിലാണ് നിൽക്കണേന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിള്ളേരൊക്കെ ഡെയിലി ഫില്ല് ചെയ്യാനും നമുക്കും പോയി ടോയ്ലറ്റ് യൂസ് ചെയ്യാനും ആവശ്യത്തിന് ഇഷ്ടമനുസരിച്ച് കുളിക്കാനും ഒക്കെ പറ്റും. ഓക്കെ, ഇത് കുഴപ്പമില്ല. ഫുഡും ഉണ്ടാക്കണം, കുക്കും ചെയ്യണം, ടോയ്ലറ്റ് യൂസ് ചെയ്യണം. എല്ലാം കൂടി ചിലപ്പോൾ പറ്റണമെന്നില്ല. ഈ പറഞ്ഞ എല്ലാ കാര്യവും തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഒന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മള് ക്യാമ്പ് സൈറ്റിലാണ് വണ്ടി പാർക്ക് ചെയ്യുമെങ്കിൽ ഓക്കെയാണ്. പക്ഷെ എല്ലാ ദിവസവും വൈൽഡ് ക്യാമ്പിംഗ് ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പറഞ്ഞ വെള്ളം എപ്പോൾ ഒന്നും തീരാം. അപ്പോൾ വെള്ളം യൂസ് ചെയ്ത് ഭയങ്കര പാട്. പിന്നെ ബാത്റൂമിന്റെ കേസും ടോയ്ലറ്റിന്റെ കേസും പ്രശ്നമാണ്. പിന്നെ യാത്രാ കംഫോർട്ട് വെച്ച് നോക്കുവാണെങ്കിലും പറഞ്ഞ പോലെ പ്രശ്നമാണ്. ഫ്രണ്ടിലത്തെ 2 ഡ്രൈവറിനും കോ ഡ്രൈവറിനും മാത്രമാണ് നമ്മുടെ വണ്ടിയുടെ ആയിരിക്കാം പറഞ്ഞ പോലെ. പിന്നെ എല്ലാവരും കുറച്ചും കൂടി ഇപ്പോൾ നമ്മളിപ്പോൾ 2 പിള്ളേരായതുകൊണ്ടായിരിക്കാം ബാക്കിൽ. നമ്മുടെ വാനിലാണെങ്കിൽ കുറച്ച് ഈ ബാക്കിൽ ഇരിക്കുന്ന ആൾക്കും ഫ്രണ്ടിൽ ആൾക്കും സൗണ്ട് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ, വണ്ടി ഓടുന്ന സമയത്ത് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ചിലപ്പോൾ വേറെ വണ്ടിയൊക്കെ ആണെങ്കിൽ തൊട്ടടുത്തുള്ള സീറ്റാണ് ബാക്കിൽ ഓടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ഒരു നല്ല ലാർജ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് പോകുമ്പോൾ ചിലപ്പോൾ നല്ലതായിരിക്കും വണ്ടി ഓടുന്ന സമയത്ത്. പിന്നെ ഈ ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാ ട്രിപ്പായിട്ട് നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. അതായത് നമ്മളൊരു ടൈനി ഹോം വണ്ടിയിൽ സെറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. അപ്പൊ പിന്നെ നമ്മളിപ്പോ 2 ഫാമിലി ഇത്ര ദിവസം ഒരുമിച്ചായിരുന്നു. അപ്പൊ അന്നേരം കളി ചിരി തമാശയൊക്കെ പറഞ്ഞ് അപ്പൊ നമ്മള് ഫുഡ് ഉണ്ടാക്കി നല്ല വെതറുവാണെങ്കിൽ നല്ല അടിപൊളിയാണ്. നമുക്ക് വേണമെങ്കിൽ പുറത്ത് മറ്റേ ഇതൊക്കെ വിരിച്ചിട്ട് ബാർബിക്യൂ വേണമെങ്കിൽ കനോപ്പിയൊക്കെ വിരിച്ചിട്ട് ബാർബിക്യൂ വേണമെങ്കിൽ ചെയ്യാം. അതൊക്കെ ചെയ്തപ്പോൾ കുറച്ച് അടിപൊളിയായിരിക്കും, കുറച്ചൊരു നല്ല വൈബായിരിക്കും. ചെയറും ഉണ്ട്. പക്ഷെ നമുക്കത് കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. അത് നഷ്ടമായിട്ട് തോന്നുന്നു. പിന്നെന്താ ഓവറോൾ നല്ലതായിരുന്നു. പിന്നെ എല്ലാം ഡിപ്പെൻസ് ഓൺ വെതർ ആണ്. അതുപോലെ ഇതൊരു മോട്ടോർ ഹോം ഒരു വീട് പോലെ സെറ്റപ്പ് ആക്കിയാലും അതൊരു വണ്ടിയല്ല, അതിൽ എത്രത്തോളം അവർക്ക് ചെയ്യാൻ പറ്റുമോ. ചിലപ്പോൾ ബാച്ചിലർ ലൈഫിൽ ജീവിക്കുന്നവർക്ക് കുറച്ചും കൂടി കുഴപ്പമില്ല. ഫാമിലി വരുമ്പോ പിള്ളേര് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ചിലപ്പം പറയേണ്ടി വരും. പിള്ളേർ ഇത്രയും നേരം കണ്ടിന്യൂസ് പെർഫെക്റ്റ് വീട് പോലെ നമുക്ക് പ്രതീക്ഷിച്ച് ഇതിൽ വരാൻ പറ്റില്ലല്ലോ. കാരണം ഒരു വണ്ടി അവർ ഇതുപോലെ സെറ്റപ്പ് ആക്കി
നമ്മുടെ ഇപ്പം കാരണം ഇപ്പൊ ഇവിടെ ബാക്കിയുള്ളവരൊക്കെ നോക്കിയാൽ ഇവിടെ ബാക്കിയുള്ള കാരവൻ സൈഡിലേക്ക് ഒരു ചുമ ഒരു ബൈക്കും ഉണ്ട്, ചുമ ഒരു കുഞ്ഞു ടെന്റ് പിടിച്ചിട്ട് അതിനകത്താണ് കിടക്കുന്നത്. അത് എൻജോയ് ചെയ്യാനാണ് അവൻ വന്നേക്കണത്, അവനത് എൻജോയ് ചെയ്യുന്നത്. അതെ, ഒരു വീട് പോലെ പെർഫെക്റ്റ് നമ്മൾ നോക്കാൻ പാടില്ലല്ലോ. അതെപ്പോഴും വീട് തന്നെയല്ലേ ആയിരിക്കുള്ളൂ. ഒരു വണ്ടി അങ്ങനെ ആക്കുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. ഒന്നോ രണ്ടോ പേരൊക്കെ ആയിട്ട് വരും, 3 പേരൊക്കെ ആയിട്ടുള്ള പാസേജ് ടീംസ് ആയിരുന്നെങ്കിൽ വേറെ ഒരു രീതിയിലായിരിക്കും അവർ എൻജോയ് ചെയ്യാൻ പോകുന്നത്. അവർക്ക് വലിയ പ്രോബ്ലംസ് ഉണ്ടാവില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉടുപ്പെടുക്കാനായിട്ട്, ഡ്രസ് എടുക്കാനായിട്ട് എല്ലാം പുറകിലത്തെ അതിലാണ് വലിയ സ്റ്റോറേജ് ഉള്ളത്. അപ്പൊ നമുക്ക് പെട്ടികളൊക്കെ എല്ലാം നമുക്ക് ചില വണ്ടികൾക്കൊക്കെ ഇവിടെ ഒരു ഇതിന്റെ ഇവിടെ ഒരു ഡോർ വന്നാൽ നേരെ ബൂട്ടിലേക്ക് അത് കുറച്ചും കൂടി ഉപകാരമായിരിക്കും. ആക്സസ് ഉണ്ടല്ലേ. ഏറ്റവും നല്ല ഇത് എല്ലാരും വൈകുന്നേരം ഞങ്ങൾ കുറച്ച് കഴിയുമ്പോ ടെന്റ് അടിക്കും, ഞങ്ങൾ എല്ലാരും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് കുക്ക് ചെയ്ത്. അത് നല്ലൊരു ഇത് 24/7 നമ്മൾ ഒരുമിച്ചാ അല്ലേ. വീടെടുത്ത് അങ്ങനെ ഇത് പോണേലും ഇപ്പൊ നമ്മൾ വേറെ നേരെ ഡ്രൈവ് ചെയ്തൊരു സ്ഥലത്ത് എയർബിഎൻബി ബുക്ക് ചെയ്യണമെങ്കിൽ ആ കാറിൽ രണ്ടുപേരും 2 സെപ്പറേറ്റ് കാറിലല്ലേ ഇരിക്കുക. അതൊരു ഇത് 24/7 ഒരുമിച്ചാണല്ലോ. അതിന്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ തുമ്പി? ഓവറോൾ ഇതൊരു ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാം. നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യാതെ ഇതിനെപ്പറ്റി നമുക്ക് ആദ്യമായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. ബാക്കിയുള്ളവരൊക്കെ എല്ലാ ആൾക്കാരും പോകുന്നത് കാണാം, എന്താണെന്ന് അറിയണം. എത്ര സ്ഥലം കണ്ടു കണ്ടില്ല അങ്ങനെയുള്ളതൊന്നും അല്ല ഞങ്ങൾ നോക്കുന്നത്. ഞങ്ങൾക്ക് എത്ര ദിവസം ഇങ്ങനെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനും വർത്താനമൊക്കെ പറയാനും അതൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് ശരിക്കും. യാത്രകളും എല്ലാം ഓൺ ദ വേ ഞങ്ങൾ നല്ല സ്ഥലങ്ങൾ കണ്ട് ഞങ്ങൾ നിർത്തുന്നു. ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തു. അതെ, ഫ്രണ്ട്സിനെ വന്ന് മീറ്റ് ചെയ്യുന്നു. ഒരു രസമാണ്. സ്കോട്ട്ലൻഡിൽ വന്നൊരു സ്കോട്ടിഷ് ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തതാണ്. ഈ ഐറ്റം കണ്ടോ, ഈ കറുത്ത ഐറ്റം ഇതാണ്. എന്നാണ് അത്? ബ്ലാക്ക് പുഡിംഗ്. എന്നാ സംഭവം? പോർക്കിന്റെ ബ്ലഡ് ഉണ്ടാക്കിയ എന്തൊരു സാധനം, ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. സ്കോട്ടിഷുകാരുടെ സ്പെഷ്യൽ ഐറ്റമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എടുത്ത് കഴിക്കുന്നുണ്ട്. ഇതാണ് ഐറ്റം. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. ഇനി ഇതെന്ന് പറയുന്ന ഹാഗിസ് എന്ന് പറയുന്ന സ്കോട്ടിഷുകാരുടെ വേറൊരു സ്പെഷ്യൽ ഐറ്റമാണ്. നമ്മുടെ നാട്ടിലെ പോട്ടി പോലെ ആടിൻ്റെ പോട്ടി, അതുപോലെ ഓട്സ് ഒക്കെ ഇട്ടുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ സാധനമാണിത്. ജോണോഗ്രോട്സിന് അടുത്ത് തന്നെയുള്ള ഒരു ലൈറ്റ് ഹൗസ് ഏരിയയൊക്കെയാണ് ഇത്. ഇതൊരിക്കലും മിസ്സാക്കരുത്. ജോണോഗ്രോട്സിൽ നിന്ന് ഒരു 10 മിനിറ്റ് ഡ്രൈവ് പോലും ഇല്ല ഈ സ്ഥലത്തോട്ട്. ഇവിടെ അടുത്ത് തന്നെ ഒരു നല്ല ക്ലിഫും ഒക്കെ ഉണ്ട്. സൂപ്പർ വ്യൂ ആണ്, ഒരിക്കലും മിസ്സാക്കരുത്. അപ്പം ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലുള്ള വീഡിയോസുമായി ഇനിയും കാണാം. അതുവരെ ബായ്.